അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിദീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ഇന്ന് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഇസ്ലാമിക ചിന്താഗതിയിലെ ഗൗരവമേറിയ ഒരു അക്കാദമിക് തലത്തിൽ പരിശോധിക്കാനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചകന്മാരുടെ കാലം, സമൂഹം, ചരിത്രം എന്നിവയെക്കുറിച്ചാണ്. ഈ പ്രമേയം എന്നുള്ളത് മതപരമായ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ചരിത്ര പഠനം, തത്വചിന്ത, സാമൂഹിക മേഖല എന്നീ മേഖലകളിൽ ബന്ധപ്പെട്ട ഒരു ബഹുമുഖ ചർച്ചയാണ്. ചരിത്രം എന്നുള്ളത് വെറും കഴിഞ്ഞുപോയ കാലത്തിനേറെ ഒരു രേഖപ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ ചിന്തയുടെ വികാസത്തെയും സാമൂഹികപരമായ മാറ്റങ്ങളെയും വരുത്താൻ സഹായിക്കുന്ന ഒരു സജീവ വിജ്ഞാനമാണ്. ചരിത്രത്തിൽ നിരവധി പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാരും തന്നേറെ കാലഘട്ടത്തിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരികപരമായ പല വെല്ലുവിളികളെ നേരിടുകയും അവയ്ക്കുള്ള ദിവ്യമായ മാർഗത്തിൽ അവയ്ക്കുള്ള മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രവാചക ചരിത്രം ഇപ്പോഴത്തെ രീതിയിൽ ചില പരിമിതികൾ കാണപ്പെടുന്നു. പലപ്പോഴും ഈ ചരിത്രങ്ങൾ അത്ഭുത സംഭവങ്ങളിലോ അതല്ലെങ്കിൽ മതപരമായ അനുഷ്ഠാനങ്ങളിലോ മാത്രം ഒതുങ്ങുന്നു. ഉദാഹരണമായി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുകയാണെങ്കിൽ കടൽ പിളർന്നതും, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുകയാണെങ്കിൽ രോഗശമനവുമായി ബന്ധപ്പെട്ട മുഅ്ജിസാത്തുകളും അതിൽപ്പെട്ടതാണ്. ആദ്യ പ്രഭാഷണം നിർവഹിക്കാൻ പോകുന്നത് തൗഹീദിന്റെ ചരിത്രവും വിശ്വാസ സംരക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ചായിരിക്കും. രണ്ടാമത് പ്രഭാഷണം പ്രവാചക ചരിത്രത്തിലെ സാമൂഹിക നീതിയും വിമോചനവും. മൂന്നാമതായി പ്രവാചക ചരിത്രത്തിലെ ത്യാഗവും പരീക്ഷണവും എന്ന ഈ 3 വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യമായി തൗഹീദിനെ കുറിച്ച് പറയാൻ വേണ്ടി മുസ്ഹബ് കൊടകാടിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിദീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറെ ബഹുമാനം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നാം ഇന്നലെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചക മലക്കാലം, സമൂഹം, ചരിത്രം എന്ന പ്രമേയത്തിൽ തൗഹീദിന്റെ വിശ്വാസ സംരക്ഷണത്തെ കുറിച്ച് ഞങ്ങളുമായി സംബന്ധിക്കാനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതലുള്ള പ്രവാചകമായ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന സമ്പൂർണ്ണ നൂലുണ്ട്. കാലങ്ങൾ മാറി, ഭാഷകൾ മാറി, സമൂഹം മാറി, എന്നാൽ അവരെല്ലാം മാനവരാശിയോട് വിളിച്ചു പറഞ്ഞൊരു ആദർശമായിരുന്നു തൗഹീദ് എന്നുള്ളത്. എന്നാൽ ചില ഭൗതികവാദികൾ ഉന്നയിച്ച ചില തെറ്റായ ധാരണകളുണ്ട്. മനുഷ്യൻ കാട്ടുകളായി ജീവിച്ചിരുന്ന കാലത്ത് അവർ പ്രകൃതികളെ ഭയന്ന് ആദ്യം കല്ലിനെയും മരത്തിനെയും ആരാധിച്ചു തുടങ്ങി, പിന്നീട് പരിണമിച്ച് ഏകദൈവ വിശ്വാസത്തിലേക്ക് എത്തിയെന്നാണ് ചിലർ വാദിക്കുന്നത്. ഇസ്ലാം ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നേരെ തിരിച്ചാണ്. മനുഷ്യ ചരിത്രം തുടങ്ങിയത് അന്ധവിശ്വാസങ്ങളിൽ അതല്ലെങ്കിൽ ബൗദ്ധ വിശ്വാസങ്ങളിലൊന്നുമല്ല, മറിച്ച് തൗഹീദിലാണ്. ആദ്യ മനുഷ്യൻ കാട്ടുടനല്ലായിരുന്നു, മറിച്ച് അള്ളാഹുവിന്റെ മഹത്തായ പ്രവാചകൻ അബൂൽ ബഷർ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു. ആദ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് പകർന്നു കൊടുത്തത് പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ആരാധിക്കാനായിരുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു അന്ധവിശ്വാസവുമില്ല. അന്ത്യപ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്രതി ഫഅബൂഹു യുഅവ്വിദുനി ഔ യുമസ്സിനി ഔ യുമജ്ജിസ്നി. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല, ഒരു അന്ധവിശ്വാസവുമില്ല, ഒരു പ്രകൃതവുമില്ല. പിന്നീട് അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദനെന്നോ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത്. ഈ ലോകം സൃഷ്ടിക്കുന്ന മുമ്പ് അള്ളാഹു റൂഹുകളെ ഒരു മഹാസമയം വിളിച്ചിരുന്നു. അവിടെ അള്ളാഹു ചോദിച്ചപ്പോൾ പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, അലസ്തു ബിറബ്ബിക്കും ഖാല ബലാ ഷഹിദിന. അള്ളാഹു ചോദിച്ചു, ഞാൻ നിങ്ങൾ റബ്ബല്ലെന്ന് ചോദിച്ചപ്പോൾ റൂഹുകൾ പറഞ്ഞു, അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ രക്തത്തിലും മജ്ജയിലും ഈ സാക്ഷ്യമുണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യൻ വൈദച്ചുമ്പോഴെല്ലാം അള്ളാഹു പ്രവാചകമായി ആദിമ കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരുത്താൻ വേണ്ടി അത് പ്രവാചകമായി നിയോഗിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇസ്ലാം എന്നുള്ളത് 1400 വർഷം മുമ്പ് മക്കയിലുണ്ടായ ഒരു മതമല്ല, മറിച്ച് മനുഷ്യന്റെ ഉത്ഭവം തന്നെ ഉള്ള ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത്. അഭയ തന്നെ മക്കൾക്ക് നൽകിയ അഭയ സന്ദേശം തന്നെയാണ് ലോകത്തിന് നൂറ്റാണ്ടുകൾക്ക് ശേഷം മക്കയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് സമർപ്പിച്ചത്. പിന്നെ എങ്ങനെയാണ് ശിർക്ക് കടന്നു വന്നത്? ഒരു ദിവസം കൊണ്ട് പെട്ടെന്നുണ്ടായൊരു സൂത്രമല്ല ശിർക്ക് എന്നുള്ളത്. പിശാചിന്റെ തന്ത്രപൂർവ്വം ഒരുക്കിയ ഒരു കെണിയിലാണ് മനുഷ്യനെ ചതിക്കപ്പെട്ടത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, പിശാച് പറഞ്ഞു അത്രേ, നിങ്ങളുടെ ദൈവം ഒരിക്കലും വിടരുത്. ഏത് ദൈവം? വദ്, സുവാ, യാഖൂദ്, നസ്ർ എന്നിവരെ നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. ആരായിരുന്നു വദ്ദും സുവാക്കെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദിത ഹദീസിൽ കാണാൻ സാധിക്കും. ഇവർ വലിയ വലിയ നേതാക്കളായിരുന്നു. ഒരു കാലഘട്ടത്തിൽ സമൂഹത്തെ നയിച്ച വലിയ വലിയ പ്രഗുമ വ്യക്തിത്വങ്ങളായിരുന്നു. പിന്നീട് അവർ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ സമൂഹത്തിന് വല്ലാത്ത ദുഃഖമുണ്ടായി. ആ സമയത്ത് പിശാച് അവരുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്ത സൂത്രമാണ്, നിങ്ങൾ അവരുടെ ഓർമ്മകൾക്ക് വേണ്ടി നിങ്ങൾ അവിടെ ഇരുന്ന സദസ്സുകളിൽ, അവരുടെ വീടുകളിൽ നിങ്ങൾ പ്രതിമകൾ നിർമ്മിക്കുക.
അങ്ങനെ നിർമ്മിക്കുകയും ആ കാലഘട്ടം അവർ ആരാധിച്ചിരുന്നില്ല. പിന്നീട് ഒന്നൊരു സമൂഹമാണ് ഇവർ ആരാധിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് ഇവിടെയാണ് പ്രവാചകത്തിന്റെ ചരിത്രം തുടക്കമാകുന്നത്. ഒരു പ്രദേശത്ത് മാത്രമല്ല, ഒരു സമൂഹത്തെ വ്യാവസ്ഥാപികമായി പകർന്ന് പന്തലിച്ച ശിർക്കിനെ വേരോടെ പെയ്തെറിയാൻ അള്ളാഹു ദൂതനെ നിയമിക്കുകയാണ്. 950 വർഷക്കാലം രാവും പകലുമില്ലാതെ രഹസ്യമായി പരസ്യമായി ആ പ്രവാചകരുടെ ചാന്ദ്രശത്തിലായിരുന്നു പ്രബോധനം നടത്തിയത്, അതും തൗഹീദിലും. ആ സന്ദേശം കേൾക്കാൻ വകവെക്കാതെ ഭൗതിക അഹങ്കാരത്തിൽപ്പെട്ട ആ സമൂഹം വിരൽ കൊണ്ട് ചെവികൾ പൊത്തുകയും മുഖം കൊണ്ട് വസ്ത്രം മൂടുകയും ചെയ്ത സന്ദർഭങ്ങളെ വ്യക്തമാക്കി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എല്ലാ പ്രവാചകന്മാർക്കും ഈ വിഗ്രഹങ്ങളോടുള്ള ആരാധന തടയാനല്ല, മറിച്ച് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഫിർഔനെ നമുക്ക് ഏവർക്കും അറിയാം. ഞാനാണ് ദൈവമെന്നും ഞാനാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറഞ്ഞുകൊണ്ട് നരകവും സ്വർഗം ഉണ്ടാക്കിയ ആ മഹാ ഫിർഔനെ നമുക്ക് ഏവർക്കും അറിയാം. അവരൊക്കെ സമ്പാദിച്ച് ഇസ്ലാമിനെ പകർത്തി കൊടുത്ത്, ഇസ്ലാമിനെ എങ്ങനെയെല്ലാം പകർത്തി കൊടുക്കാൻ പറ്റുമോ മോചിതത്വമായി പകർത്തി കൊടുത്ത് അവരുമായി സമ്മതിച്ച ഒരു മതമാണ് ഇസ്ലാം എന്നുള്ളത്. എന്ത് മനോഹരമായ ഉപമയാണിത്. ലക്ഷ്യമൊന്നായ ആദർശമൊന്നായ മഹാശാഖ. അങ്ങനെ ചരിത്രം നീണ്ടു നിൽക്കുന്ന ഒരു ശോഭയിലെത്തിയപ്പോൾ, 6-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ പിന്നീടും ഈ അന്ധകടത്തിലേക്ക് വൈദ്യ സമൂഹം. ആ സമയത്താണ് നമ്മൾ ഓർക്കേണ്ടത് പ്രവാചകന്മാരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പണിതുയർത്തിയ മക്കയിലെ പരിശുദ്ധമായ കഅബാലയം. 360 മരത്തിനാലും വിഗ്രഹങ്ങൾ നിർമ്മിക്കപ്പെട്ട 360 വിഗ്രഹങ്ങളായിരുന്നു അതിൽ നിറക്കപ്പെട്ടത്. തൗഹീദിന്റെ കേന്ദ്രമായ കഅബാലയം ശിർക്കിന്റെ ആസ്ഥാനമാക്കി മാറ്റിയതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സമയത്താണ് പ്രവാചകത്തിന്റെ അവസാന കണ്ണിയായ ലോകത്തിനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു പ്രബോധനത്തിലേക്ക് അയക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമുദായത്തിന് പുതിയ മതത്തെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് നൽകിയ അതേ സന്ദേശം തന്നെയാണ് ആ പ്രവാചകന്മാര് തന്നെ ഒരുക്കി സംരക്ഷിച്ച തൗഹീദ സന്ദേശം തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ആ തോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുനഃസ്ഥാപിച്ചുകൊണ്ട് ലോകത്തോട് സമർപ്പിച്ചത്. ഈ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ച ആ വിത്ത് പ്രവാചകനെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഈ ആദർശത്തിൽ അണിചേരുന്ന ജീവിതകാലം തൗഫീഖ് നൽകണമെന്ന് ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അടുത്തതായി പ്രവാചക ചരിത്രത്തിലെ നീതിയും വിമോചനവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ഷെഫിൻ വെള്ളിക്കാപ്പറ്റെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാചക ചരിത്ര പരമ്പരയിലെ 2ാമത്തെ പ്രഭാഷണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രവാചക ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ വിഷയമാണിത്. പ്രവാചക ചരിത്രത്തിലെ സാമൂഹിക നീതിയും വിമോചനവും. ഇപ്പോഴും പല ഭൗതികവാദികളും ഇസ്ലാമിനെ കുറിച്ച് ശരിയായ ധാരണയില്ലാത്തവരും വിചാരിക്കുന്നത് ഇസ്ലാം എന്നത് കേവലം പള്ളിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി അവിടെ ആത്മീയ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഒരു സംരംഭമാണെന്നാണ്. പക്ഷേ ഇസ്ലാം എന്നത് അങ്ങനെയല്ല. അത് അങ്ങാടികളിലും നഗരങ്ങളിലും ഭരണകൂടങ്ങളിലും നീതി നടപ്പാക്കാൻ വന്ന ഒരു സാമൂഹിക മതം കൂടിയാണ്. പ്രവാചകന്മാർ സമൂഹത്തിലേക്ക് ഇറങ്ങിയത് അത് അവരെല്ലാവരുടെയും പരലോകം നന്നാക്കാൻ വേണ്ടിയല്ല, മറിച്ച് അത് അവിടെ നടക്കുന്ന ചൂഷണങ്ങളും അവിടെ ശക്തൻ ദുർബലനെ അടിച്ചമർത്തുന്ന ഒരു വ്യവസ്ഥയും പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിലെ 25-ാം അധ്യായത്തിലൂടെ ഇങ്ങനെ പറഞ്ഞത്: ലഖദ് അർസൽനാ റസൂലനാ ബിന്നബിയ്യാതി വഅൻസൽനാ മഅഹും കിതാബ വൽ മീസാൻ ലിയഖൂമുന്നാസ ബിൽ ഖിസ്ത്. തീർച്ചയായും നാം വ്യക്തമായ തെളിവുകളോടുകൂടി നബിമാരെ ഇറക്കി തന്നു. അതുപോലെ ജനങ്ങൾക്കിടയിൽ നീതി നടപ്പിലാക്കാൻ കിതാബുകളും തുലാസുകളും നാം ഇറക്കി തന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വ്യക്തമായി പറയുന്നുണ്ട്: ലിയഖൂമുന്നാസ ബിൽ ഖിസ്ത്, ജനങ്ങൾക്കിടയിൽ നിങ്ങൾ നീതി പാലിക്കുക. ഒരു സമൂഹത്തിൽ അനീതിയും അക്രമവും നടക്കുമ്പോൾ ഒരിക്കലും ഒരു മുഅ്മിനിന് ഒരു നല്ല ആത്മീയവാദിയാവാൻ കഴിയുകയില്ല. അവിടെ ഒരു ഭരണാധികാരി ജനങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, ഒരു ശക്തൻ ഒരു ദുർബലനെ ചൂഷണം ചെയ്യുമ്പോൾ അത് ഒരു നല്ല ഒരു കാര്യമായി മാറുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസുൽ ഖുദ്സിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്:
യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതു ബൈനകും മുഹറമം മാ ഫലാ നളാമു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഓ എന്റെ അടിമകളെ, ഞാൻ എന്റെ മേൽ അക്രമത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ മേലിലും അക്രമത്തെ നിഷിദ്ധമാക്കിയിരിക്കുക തന്നെ ചെയ്യുന്നു. ഒരു സമൂഹം ഉണ്ടായിരുന്നു, അവർ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുകയും അവരുടെ പണം അന്യായമായി തട്ടിയെടുക്കുകയും ചെയ്യുന്ന ഒരു ക്രൂര സമൂഹം. ഇവിടേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷുഐബ് നബി അലൈഹി സ്വലാമിനെ പറഞ്ഞയച്ചത്. അങ്ങനെ ഷുഐബ് നബി അലൈഹി സ്വലാം അവരോട് പറയുകയാണ്, ഇതൊന്നും നല്ലതിനല്ല എന്ന് അവർക്ക് വാഗ്ദാനം ചെയ്തു കൊടുത്തപ്പോൾ അവർ തിരിച്ചു മറുപടി പറയുകയാണ്, നീ വന്നത് ഇസ്ലാമിനെയും അവിടുത്തെ നിസ്കാരവും ഞങ്ങൾക്ക് പ്രബോധനം ചെയ്തു തരാനേലയോ? അത് ചെയ്തിട്ട് നീ പോയാൽ മതി, അല്ലാതെ ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നീ ഇടപെടേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാം സാമ്പത്തിക കാര്യങ്ങളിൽ ദൂർത്തടിക്കുന്ന ഒരാളുടെ നിസ്കാരം ഇസ്ലാമിനും അല്ലാഹുവിനും ഒരിക്കലും ആവശ്യമില്ല എന്ന് ഉറപ്പിച്ചു തന്നെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൈലുൽ ലിൽ മുതവഫിഫീൻ, ഒരിക്കലും തെറ്റായ കച്ചവടം ചെയ്യുന്നവന് വൈലി ലഭിക്കുക തന്നെ ചെയ്യും. അത് നരകത്തിലെ ഒരു താഴ്വാരയാണ്. അങ്ങനെ അത് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങുമ്പോൾ നല്ലോണം വാങ്ങുന്നവനും അവർക്ക് ആ പൈസക്ക് സാധനങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോൾ കുറവ് വരുത്തുന്നവനെയും കൂടിയാണ്. ഇങ്ങനെ വേറൊരു സമൂഹം ഉണ്ടായിരുന്നു. അവർ ധാർമ്മിക ജീർണതയിൽപ്പെട്ട് വളരെ മോശമായി പോയി. അങ്ങനെ ആ സമൂഹത്തെ നേർവഴിയിലേക്കാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബി അലൈഹി സ്വലാമിനെ അവിടേക്ക് ഇറക്കി കൊടുത്തു. ലൂത്ത് നബി അലൈഹി സ്വലാം അവിടെ ഒരുപാട് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ഖുർആനിൽ ഒരു ആയത്ത് വന്നു, മിനൽ ആലമീൻ, നിങ്ങൾ ലോകരിൽ നിന്നും ആണുങ്ങളുടെ അടുത്തേക്കാണോ പോകുന്നത്? ഇതൊന്നും വകവെക്കാതെ അവർ ലൂത്ത് നബി അലൈഹി സ്വലാമിനെ പരിഹസിച്ചു വിടുകയാണ് ഉണ്ടായത്. അങ്ങനെ അള്ളാഹുവിന്റെ കോപം കൊണ്ട് അള്ളാഹു ആ ഒരു സമൂഹത്തെ മൊത്തം തലകീയായി മറിക്കുകയാണ് ഉണ്ടായത്. നാം സാമൂഹിക ചരിത്രത്തിലൂടെ പോയാൽ നമുക്ക് മനസ്സിലാകും, ഓരോ പ്രവാചകന്മാരും അതാത് കാലത്തെ തിന്മകൾക്കെതിരെയാണ് പോരാടിയത്. ഇപ്പോൾ ഷുഐബ് നബി അലൈഹി സ്വലാമിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം സാമ്പത്തിക തിന്മകൾക്കെതിരെ ശബ്ദിച്ചതുപോലെ ലൂത്ത് നബി അലൈഹി സ്വലാം ധാർമ്മിക ജീർണതക്കെതിരെ പോരാടിയതുപോലെ പെൺകുട്ടികൾ ജനിച്ച് ശാപമായി കണ്ടുകൊണ്ട് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർവഴിയിലാക്കിയതുപോലെ സാമൂഹിക നീതിയും മാനവിക വിമോചനത്തിന്റെയും പ്രഭ പ്രവാചകന്മാരിലൂടെ പൂർണ്ണമായി പ്രകാശിച്ചു. മനുഷ്യന് ഭൂമിയിൽ അന്തസ്സോടെയും ജീവിക്കാനുള്ള വിമോചനവും സന്ദേശമാണ് പ്രവാചകന്മാർ നമുക്ക് നൽകിയത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തതായി പ്രവാചക ചരിത്രത്തിലെ ത്യാഗവും പരീക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ഷാമിൽ കുറ്റിപ്പുറത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇന്ന് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള കാലം, സമൂഹം, ചരിത്രം എന്ന പ്രമേയത്തിലെ പ്രവാചകന്മാരുടെ ത്യാഗവും പരീക്ഷണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ്. പലപ്പോഴും പ്രവാചകന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് കടലിൽ രണ്ടാക്കി വളർത്തിയ മൂസാ നബി അലൈഹി സ്വലാമും തീനെ തണലാക്കിയ ഇബ്രാഹിം അലൈഹി സ്വലാമും ആകാശത്ത് ഉയർത്തപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാമും, അങ്ങനെ അവരുടെ അത്ഭുത സിദ്ധികളും മോചിതത്വങ്ങളുമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത്. എന്നാൽ ഇതിനെല്ലാം പുറം അവർക്ക് നമ്മളെപ്പോലെ സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന ഓരോ അമാനുഷിക വശമുണ്ടായിരുന്നു. പ്രവാചകന്മാർ ജനിച്ചത് സ്വർണ്ണ തളികയിലല്ലായിരുന്നു. അവർക്കും വിശപ്പും ദാഹവും അനുഭവിച്ചിരുന്നു. അവർ രോഗബാധിതരായിരുന്നു.
അവർ അമാനുഷികരമായ ഏതോ ലോകത്ത് ജീവിക്കുന്ന മാലാകമാരായിരുന്നില്ല, മറിച്ച് നമ്മളെപ്പോലെ രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യന്മാരായിരുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിലെ 8-ാം വചനത്തിലൂടെ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വമാ ജഅൽനാകും ജസദാ ലാ യഅകുലൂന ത്വആമ വമാ കാനൂ ഖാലിദീൻ. ഭക്ഷണം കഴിക്കാത്ത തരത്തിലുള്ള യാതൊരു ശരീരവും നാം അവർക്ക് നൽകിയിട്ടില്ല. ഒരിക്കൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വന്നു ചേരുകയാണ്. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, അയ്യുൻ നാസു അശദ്ദുൽ ബലാ ഖാല അൽ അംബിയാഉ സുമ്മൽ അംസലു ഫൽ അംസലു. മനുഷ്യരിൽ ഏറ്റവും കഠിനമായി പ്രേരിപ്പിക്കപ്പെടുന്നത് ആരാണ്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിൽ യാതൊരു സംശയമില്ല, അത് പ്രവാചകന്മാർ തന്നെയാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് പോകാം. പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഒരു പ്രവാചകൻ തന്റെ സമൂഹത്തിൽ 950 വർഷക്കാലം അചഞ്ചലമായി പ്രബോധനം നടത്തി. എന്നാൽ ആ നീണ്ട കാലത്തിനിടെ അവരെ തള്ളിപ്പറഞ്ഞത് സ്വന്തം ഭാര്യയും സ്വന്തം ചോരിൽ നിന്ന് പിറന്ന സ്വന്തം മകനുമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സത്യവിശ്വാസികളെ കൊണ്ട് അവർ കപ്പലിൽ കയറി. പ്രളയത്തെ ഇരമ്പിയാർക്കുന്ന തിരമാലകൾ ഭൂമിയെ വിഴുങ്ങാൻ തുടങ്ങി. ആ സമയത്ത് കപ്പലിന് പുറത്ത് തിരമാലകൾ കൊണ്ട് പേടിക്കുന്ന സ്വന്തം മകനെ കാണുകയാണ്. എന്നിട്ട് പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മകനെ, നീ ഞങ്ങളോട് കൂടെ കപ്പലിൽ കയറുക, നീ അവിശ്വാസിയോട് കൂടെ ആകരുത്. അപ്പോൾ ആ മകൻ പറഞ്ഞു, എന്നെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും മലമുകളിലേക്ക് ഞാൻ അഭയം തേടിക്കൊള്ളുക, നിങ്ങൾ അത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രവാചകനായതിനാൽ ഒന്നും കൂടി പറഞ്ഞു, എന്റെ മകനെ, നീ കപ്പലിൽ കയറിക്കൊള്ളുക, നിനക്ക് ഈ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ ഒരു രക്ഷയുമില്ല എന്ന് പ്രവാചകൻ തങ്ങൾ പറഞ്ഞു. ആ വാക്ക് പറയുന്നതിന് അവസാനിക്കുന്നതിനിടെ തന്നെ സ്വന്തം പിതാവിന്റെ കൺമുമ്പിൽ നിന്ന് ആ മകനെ തിരമാലകൾ വന്ന് കൊണ്ടുപോവുകയാണ്. അവിടെയും പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമ കൽപ്പിച്ചു. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ചരിത്രം വീണ്ടും മുന്നോട്ട് പോകുന്നു, പ്രവാചകൻ അനുഭവിച്ചത് ഇതിലേറെ വേറെ വിഷയമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പിതാവായ ആസർ കേവലം ഒരു അവിശ്വാസി മാത്രമല്ല, മറിച്ച് വിഗ്രഹങ്ങളെ കൊത്തിയുണ്ടാക്കുന്ന ഒരു ആളായിരുന്നു. തന്റെ പിതാവിനോട് ആദരവോടെയും സ്നേഹത്തോടെയും തൗഹീദോടെയുമാണ് അവർ പിതാവിനോട് സംസാരിച്ചത്. ഖുർആനിൽ സംരക്ഷണം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്, പ്രിയപ്പെട്ട പിതാവെ, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത വിഗ്രഹങ്ങളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത്? അപ്പോൾ ആ പിതാവ് പറയുകയാണ്, ഇബ്രാഹിം, നീ ഞങ്ങളെ ദൈവങ്ങളെ വെറുക്കുകയാണോ? നീ ഇതിൽ നിന്ന് വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് കൊല്ലു. നീ എന്നെ വിട്ട് എന്നേക്കുമായി ഈ സ്ഥലത്ത് നിന്ന് പോയി കൊള്ളുക. സ്വന്തം പിതാവ് കൊലവെട്ടി നടത്തുകയും വീട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്യുമ്പോൾ ആ കൗമാരക്കാരനായ പ്രവാചകൻ അനുഭവിച്ച ഒറ്റപ്പെടൽ എത്രമാത്രമായിരിക്കും. പക്ഷെ അങ്ങേക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നൊരു ലക്ഷ്യമായിരുന്നു ആ മകൻക്കുണ്ടായിരുന്നത്. എന്റെ റബ്ബിനോട് ഞാൻ അങ്ങേക്ക് വേണ്ടി പാപമോചനം തേടാമെന്നുള്ള ഒറ്റ ലക്ഷ്യമായി അവർക്കുണ്ടായത് എന്ന് വീടിന്റെ പടികളിറങ്ങി അദ്ദേഹം തൗഹീദിന്റെ വഴിയിലേക്ക് യാത്രയായി. പ്രിയപ്പെട്ടവരെ, സ്വന്തം ഭാര്യയിൽ നിന്നും മകനിൽ നിന്നും പിതാവിൽ നിന്നും പ്രവാചകന്മാർക്ക് തിരസ്കാരം നേരിടേണ്ടി വന്നിട്ടുണ്ട്. സത്യത്തിന്റെ വഴിയിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ കൂടെ ഒരു കുടുംബക്കാരും ഉണ്ടാവില്ല. എന്നാൽ ഓർക്കുക, പ്രവാചകന്മാരെല്ലാം നമ്മളെക്കാൾ വളരെ ബുദ്ധിമുട്ടും സഹനവും നടത്തിയതാണ്. കുടുംബം നമ്മെ കൈവിട്ടാലും പ്രവാചകർ നമ്മെ കൈവിടില്ല എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് ഈ നമ്മൾ പ്രേരിപ്പിച്ചു തരുന്നത്. ഇത്രയും പറഞ്ഞ് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹദമാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ 3 പ്രഭാഷണവും വളരെ ആഴത്തിലും ഹൃദയസ്പർശവുമായ രീതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പ്രവാചകന്മാർ കേവലം ഒരു പുസ്തകത്തിൽ നിന്നും ഉയർത്തി നമ്മുടെ നിത്യജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് ഇതുകൊണ്ട് സാധിച്ചു. ഒന്നാമതായി, പ്രവാചകന്മാർക്കും നമ്മെ പോലെ തന്നെ വേദനയും ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രയാസം വരികയാണെങ്കിലും അതിനെ ക്ഷമിക്കുകയും ക്ഷമയോടെ പുലരാൻ അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് സാധിച്ചു. രണ്ടാമതായി, സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തൽ അനിവാര്യമാണ്. എന്തിനു പറയട്ടെ, സ്വന്തം കുടുംബം പോലും നമ്മളെ ഒറ്റപ്പെടുത്തും.
ഈ മൂന്ന് പ്രഭാഷണവും വളരെ മനോഹരമായി തന്നെ നിർവഹിച്ച പ്രഭാഷകന്മാർക്കും ഇത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടു നിന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമുക്കെല്ലാവർക്കും അള്ളാഹു നാഫിയായ ഇൽമ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കാസ്കേഡിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ഞാൻ അബ്ദുൽ ഹസീബ് കുണിയ, ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിലെ ശരിയ പ്ലസ് 3-ാം വർഷ വിദ്യാർത്ഥി. ഇന്ന് എൻ്റെ കൂടെ സഹസംവാദകരായി ഇവിടെ എത്തിയിരിക്കുന്നത് ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിലെ ശരിയ പ്ലസ് 3-ാം വർഷ വിദ്യാർത്ഥികളായ മുഹമ്മദ് ഹിസാൻ തൊട്ടിയും അഹമ്മദ് മിഫ്താഹ് പുത്തൂറും, ഒപ്പം ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമിയിലെ ശരിയ പ്ലസ് 2-ാം വർഷ വിദ്യാർത്ഥിയായ മുഹമ്മദ് ഫർസീൻ ചെറുവത്തൂരുമാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അത്യന്തം പ്രാധാന്യം വഹിക്കുന്ന വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരെയുള്ള പ്രവാചകന്മാർ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ദിവസങ്ങളോളം ചർച്ച ചെയ്താൽ പോലും പൂർത്തിയാക്കാനാകാത്ത ഈ സുദീർഘമായ ചരിത്രത്തെ സമയബന്ധിതമായതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള 25 പ്രവാചകരിലൂടെ കഴിയും വിധം ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അജ്ഞതന്ധകാരത്തിൽ മുഴുകി അധാർമികതയുടെ ചലക്കുഴി വീണ് കിടന്നിരുന്ന ഇരുണ്ട യുഗങ്ങളിലേക്ക് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശവുമായി ഏകദേശം 1,24,000 പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ അൽ-ഹജ്ജ് സൂറത്തിലെ 75-ാം ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു, അല്ലാഹു യുസ്തഫി മിനൽ മലായികത്തി റുസുലൻ വ മിനൻ നാസ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നുവെന്ന്. വഴിപിഴച്ചു പോയ മനുഷ്യരെ നേർവഴിയിലേക്ക് നടത്താൻ പല ഗോത്രങ്ങളിലേക്കും പല സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നു. ചില സമൂഹങ്ങൾ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചപ്പോൾ മറ്റു ചിലർ അവരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്തു. നൂഹ് നബി അലൈഹി സ്വലാമിന് കപ്പലും മൂസാ നബി അലൈഹി സ്വലാമിന് വടിയും എന്നിങ്ങനെ ചില പ്രവാചകന്മാർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ മുഅ്ജിസത്തുകൾ നൽകി. ചിലർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകി. അതുകൊണ്ട് തന്നെ ഈ സുദീർഘമായ ചരിത്രത്തെ തികച്ചും 3 ഘട്ടങ്ങളായിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ചർച്ച ചെയ്യാനൊരുങ്ങുന്നത്. ആദ്യമായി പ്രവാചക കാലഘട്ടത്തെക്കുറിച്ച് മുഹമ്മദ് ഹിസാനും, രണ്ടാമതായി പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട സമൂഹം എങ്ങനെയുള്ളവരായിരുന്നുവെന്നും അവർ പ്രവാചകന്മാരോട് എങ്ങനെ വർത്തിച്ചുവെന്നതിനെക്കുറിച്ച് മുഹമ്മദ് ഫർസീനും, അവസാനമായി കാലങ്ങളെല്ലാം നടന്നിട്ടുള്ള രസകരവും കൗതുകകരവുമായ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് മുഹമ്മദ് മിഫ്താഹും നമ്മോട് സംവദിക്കും. ആദ്യമായി പ്രവാചക കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കാൻ മുഹമ്മദ് ഹിസാനെ ക്ഷണിക്കുന്നു. എങ്ങനെയായിരുന്നു ഹിസാനെ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങൾ? പ്രിയ സുഹൃത്ത് ഹസീബ് അവറുകൾ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യചരിത്രത്തെ പ്രവാചകത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കുമ്പോൾ പ്രധാനമായും നമുക്കതിനെ 4 കാലഘട്ടങ്ങളായി തരംതിരിക്കാം. ഇതിൽ ആദ്യത്തേത് ഏർലി ഇസ്ലാമിക് എറ, ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടമാണ്. ഇതിൻ്റെ കൃത്യമായ വർഷങ്ങൾ ചരിത്രരേഖകളിൽ ലഭ്യമല്ല എങ്കിലും മഹാനാകുന്ന ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഉത്ഭവത്തോടെയാണ് ഇതാരംഭിക്കുന്നത്. മഹാനാകുന്ന ആദം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടവും ശേഷം ഇദ്രീസ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടവും ഒടുവിൽ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തുണ്ടായ ആഗോള മഹാപ്രളയം വരെയുള്ള 10,000-കണക്കിന് വർഷങ്ങളാണ് ഇതിൽ വരുന്നത്. ആ ഒരു മഹാപ്രളയത്തിന് ശേഷം ഭൂമിയിലെ അധർമ്മകാരികളായ മനുഷ്യരെല്ലാം നശിപ്പിക്കപ്പെടുകയും ചരിത്രം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്തു. രണ്ടാമത്തേത് ദി ആൻഷ്യൻ്റ് അറബ് എറ, പുരാതന അറബ് ഗോത്രങ്ങളുടെ കാലഘട്ടമാണ്. അതായത് മഹാനാകുന്ന നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുണ്ടായ ആ ഒരു മഹാപ്രളയത്തിന് ശേഷമുള്ള കാലഘട്ടമാണ്. ഏകദേശം BC 2500 യമൻ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടവും തുടർന്ന് BC 2100 ഇന്നത്തെ സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് ജീവിച്ചിരുന്ന സ്വാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടവും ഇതിൽ ഉൾപ്പെടുന്നു. അള്ളാഹുവിൻ്റെ കടുത്ത ശിക്ഷയാൽ ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട സമൂഹങ്ങളായിരുന്നു ഇവരുടേത്. മൂന്നാമത്തേത് ചരിത്രത്തിലെ ഏറ്റവും നിർണായകരമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതലുള്ള കാലഘട്ടമാണ്. ഏകദേശം BC 2000 മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ നിയോഗം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെയാണ്
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരപുത്രനായ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൽ ജീവിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം എന്നിവരിലേക്ക് പ്രവാചകത്വം വന്നെത്തുകയാണ്. ഇത് പ്രവാചക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു. നാലാമത്തേത് ദി ഇസ്രായേലിറ്റ് ഗോൾഡൻ ഏജ്, ബനു ഇസ്രായേൽ കാലഘട്ടമാണ്. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയൊരു കാലഘട്ടം കൂടിയാണിത്. മഹാനാകുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്നിവരിലൂടെയാണ് ബനു ഇസ്രായേൽ തലമുറ ആരംഭിക്കുന്നത്. BC 1600 ജീവിച്ചിരുന്ന യൂസഫ് നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് ഇതിന് തുടക്കമാകുന്നത്. ശേഷം BC 1300 മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും കാലഘട്ടം നിലവിൽ വന്നു. BC 1000 ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സുവർണ്ണ ഭരണകാലഘട്ടം ഫലസ്തീനിൽ നിലവിൽ വന്നു. ഇല്യാസ്, അല്യസ്, യൂനുസ്, സക്കരിയ, യഹ്യ എന്നീ അനേകം പ്രവാചകന്മാർ ഈ പ്രവാചക പരമ്പരയിൽ കടന്നുപോയി. ഒടുവിൽ ക്രിസ്തുവർഷത്തിൻ്റെ ആദ്യത്തിൽ, അതായത് 1-ാം നൂറ്റാണ്ടിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തോടുകൂടി ബനു ഇസ്രായേൽ പ്രവാചക ശൃംഖല അവസാനിക്കുകയാണ്. ഈ പറയപ്പെട്ട 4 കാലഘട്ടങ്ങളാണ് പ്രവാചക ചരിത്രത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ ബനു ഇസ്രായേൽ എന്ന് പല പ്രാവശ്യം നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ അതൊരു അറബി വാക്ക് തന്നെയാണോ? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതുപോലെ തന്നെ താങ്കൾ അവസാനമായി പറഞ്ഞ മിക്ക പ്രവാചകന്മാരും ബനു ഇസ്രായേലിൽ പെട്ടവരാണല്ലോ. അന്ത്യപ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളുടെ അനുയായികളും ബനു ഇസ്രായേലിൽ പെടാത്തതിൻ്റെ കാരണം എന്താണ്? തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇസ്രായേൽ എന്ന പദം 43 പ്രാവശ്യവും ബനു ഇസ്രായേൽ എന്ന പദം 41 പ്രാവശ്യവും പരാമർശിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ച പേരാണ് ഇസ്രായേൽ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ പുരാതന ഹിബ്രു ഭാഷയിലെ ഒരു വേർഡാണ് ഇസ്രായേൽ എന്നുള്ളത്. ഇസ്ര എന്ന പദത്തിൻ്റെ അർത്ഥം അബ്ദ് അഥവാ അടിമ എന്നും ഈൽ എന്ന പദത്തിൻ്റെ അർത്ഥം അള്ളാഹു എന്നുമാകുന്നു. ചുരുക്കത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ താങ്കൾ ചോദിച്ച മറ്റൊരു ചോദ്യം വളരെ മികച്ചതും കൂടിയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ചരിത്ര വസ്തുത കൂടിയാണത്. ഈസാ നബി അലൈഹി ഇസ്ലാം മുതലുള്ള പ്രവാചകന്മാരുടെ അനുയായികളെ ബനു ഇസ്രായേൽ എന്ന് വിളിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളെ ബനു ഇസ്രായേൽ എന്ന് വിളിക്കാതിരിക്കുന്നതും പ്രധാനമായും 3 കാരണങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. ഈ ബനു ഇസ്രായേൽ എന്നുള്ളത് ഒരു മതത്തിൻ്റെ പേരല്ല, അതൊരു കുടുംബ പരമ്പരയാണ്. നാം നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരാണ് ഈ ബനു ഇസ്രായേൽ എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ബനു ഇസ്രായേൽക്കാർ എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം മുതൽ ഈസാ നബി അലൈഹി ഇസ്ലാം വരെയുള്ള 100 കണക്കിന് പ്രവാചകന്മാർ ബനു ഇസ്രായേൽ തലമുറയിൽ കടന്നുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരെയാണ് ബനു ഇസ്രായേൽക്കാർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാം മുതൽ ഈസാ നബി അലൈഹി ഇസ്ലാം വരെയുള്ള ഖുർആനിൽ പരാമർശിച്ചതും അല്ലാത്തതുമായ 100 കണക്കിന് പ്രവാചകന്മാർ ബനു ഇസ്രായേൽ ജനതയിൽ കടന്നുപോയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെയോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെയോ പരമ്പരയിലല്ല ജനിച്ചത്, മറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിലാണ് ജനിച്ചത്. അതിനാൽ വംശപരമായി നോക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ അനുയായികളായ സ്വഹാബികളും ബനു ഇസ്രായേലരായിരുന്നില്ല. അതുപോലെ തന്നെ 3ാമത്തെ കാരണം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാം വരെയുള്ള ഒട്ടുമിക്ക പ്രവാചകന്മാരും ബനു ഇസ്രായേൽ എന്ന ഒരു പ്രത്യേക സമൂഹത്തിലേക്ക് മാത്രമാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ബനു ഇസ്രായേൽ സമൂഹത്തിലെ തിന്മകളെ തിരുത്തുകയും അവരെ നേർവഴിക്ക് നടത്തുകയും ചെയ്യുക എന്നതാണ് ഇവരുടെയൊക്കെ പ്രധാന ദൗത്യം എന്നുള്ളത്. എന്നാൽ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു പ്രത്യേക ഗോത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലേക്കോ അല്ല നിയോഗിച്ചിട്ടുള്ളത്, മറിച്ച് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകത്തിലെ സകലർക്കും ഒരു റഹ്മത്തായിട്ടാണ്
അള്ളാഹു പ്രവാചകരെ നിയോഗിച്ചിട്ടുള്ളത്. പ്രവാചക കാലഘട്ടത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു വിവരണം നമുക്ക് ഹിസാനിൽ നിന്നും ലഭിക്കാൻ സാധിച്ചു. അടുത്തതായി പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ട സമൂഹം എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ പ്രവാചകന്മാർ ഓരോരുത്തരും നിയോഗിക്കപ്പെട്ടിരുന്ന സമൂഹം വ്യത്യസ്തരായിരുന്നു. ചില സമൂഹങ്ങൾ അവരെയും അവരുടെ സന്ദേശത്തെയും സ്വീകരിച്ചപ്പോൾ മറ്റു ചിലർ അവരെയും അവരുടെ സന്ദേശത്തെയും തള്ളിക്കളയുകയും അവരെ പരിഹസിക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണത്തിന് നൂഹ് നബി അലൈഹിസ്സലാം. നമുക്ക് പലർക്കും അറിയുന്നത് പോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പ്രബോധനം ചെയ്തിട്ടും വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാമിനെ അനുസരിക്കാൻ തയ്യാറായത്. തൻ്റെ ഭാര്യയും മകനുമടക്കം തന്നെ നിരസിച്ചു. ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി മുഹമ്മദ് ഫർസി നമ്മോട് സംവദിക്കും. പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലെ ഓരോ കാലഘട്ടത്തിൻ്റെയും മനുഷ്യ സമൂഹങ്ങൾ വ്യത്യസ്തമായ സവിശേഷതയുള്ളവരായിരുന്നു. ആദം നബിയുടെയും ഇദ്രീസ് നബിയുടെയും കാലത്ത് മനുഷ്യർ ഏകദൈവ വിശ്വാസികളായ ഒരൊറ്റ സമൂഹമായിരുന്നു. എന്നാൽ നൂഹ് നബിയുടെ കാലമായപ്പോഴേക്കും മനുഷ്യർ വഴിപിഴക്കുകയും ചരിത്രത്തിൽ ആദ്യമായി വിഗ്രഹാരാധന മനുഷ്യർക്കിടയിൽ ഉടലെടുക്കുകയും ചെയ്തു. അഹങ്കാരികളും ധിക്കാരികളുമായ സമൂഹമായിരുന്നു അവർ. പ്രളയത്തിന് ശേഷം വന്ന ആദ്യ സമൂഹം ശാരീരിക ഘടനയിൽ അത്ഭുതകരമായി വലിപ്പമുള്ളവരായിരുന്നു. വലിയ ഗോപുരങ്ങളും കൊട്ടാരങ്ങളും പണിയുകയും തങ്ങളുടെ ശാരീരിക ശക്തിയിൽ അഹങ്കരിച്ച് മറ്റുള്ളവരെ പീഡിപ്പിക്കുകയും ചെയ്ത സമൂഹമായിരുന്നു. മലനിരകൾ തുരന്ന് പാറകൾക്കടിയിൽ സുരക്ഷിതമായ കൊട്ടാരങ്ങൾ നിർമ്മിക്കാൻ കഴിവുള്ളവരായിരുന്നു അവർ. പക്ഷേ അവരും അള്ളാഹുവിനെ മറന്ന് അഹങ്കാരികളായി തീർന്നു. ഇബ്രാഹിം നബിയുടെ കാലത്ത് ഇറാഖിലെ ബാബിലോണിൽ ജീവിച്ചിരുന്ന ജനത നമ്രൂദ് എന്ന സ്വേച്ഛാധിപതിയായ രാജാവിനെ ദൈവമായി കണ്ടവരും നക്ഷത്രങ്ങളെ ആരാധിച്ചവരുമായിരുന്നു. അതേസമയം ലൂത്ത് നബിയെ നിയോഗിക്കപ്പെട്ട സദൂം എന്ന സമുദായം അതുവരെ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത സുവർഗരതി പോലുള്ള ലൈംഗിക അരാജകത്വത്തിൽ മുങ്ങിത്താഴ്ന്ന സമൂഹമായിരുന്നു. പിന്നീട് ഷുഐബ് നബിയെ നിയോഗിക്കപ്പെട്ട മദിയൻ നിവാസികൾ കച്ചവടത്തിലും അളവിലും തൂക്കത്തിലും കള്ളത്തരം കാണിക്കുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്തവരായിരുന്നു. ശേഷം വന്ന ബനൂ ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഈജിപ്തിലെ ഫിറഔൻ എന്ന ക്രൂരനായ ഭരണാധികാരി തൻ്റെ ജനതയെ മൃഗങ്ങളെ പോലെ അടിമകളാക്കി പീഡിപ്പിച്ചു. പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ആൺകുട്ടികളെ കൊന്നൊടുക്കുകയും ചെയ്ത ക്രൂരഭരണമായിരുന്നു ഫിറഔൻ്റേത്. ഫിറഔൻ്റെ പതനത്തിന് ശേഷം ഫലസ്തീനിലെത്തിയ ബനൂ ഇസ്രായേലുകാർ ദൈവാനുഗ്രഹങ്ങൾ ഒരുപാട് അനുഭവിച്ചവരാണെങ്കിലും കടുത്ത നന്ദികേടും ധിക്കാരവും കാണിച്ച സമൂഹമായിരുന്നു. സ്വന്തം പ്രവാചകനെ പോലും വധിക്കാൻ മടിക്കാത്ത ക്രൂരത അവരിലുണ്ടായിരുന്നു. പിന്നീട് ഇറാഖിലെ നീനവ എന്ന വലിയൊരു നഗരത്തിലെ ജനങ്ങളിലേക്ക് യൂനുസ് നബിയെ നിയോഗിക്കപ്പെട്ടു. പ്രവാചക ചരിത്രത്തിൽ ശിക്ഷയുടെ സൂചനകൾ കണ്ടപ്പോൾ തന്നെ പേടിച്ച് ഒന്നടങ്കം പശ്ചാത്തപിച്ച ഒരേയൊരു മാതൃകാ സമൂഹം ഈ നിനവക്കാരായിരുന്നു. പിന്നീട് റോമൻ സാമ്രാജ്യത്തിൻ്റെ ക്രൂരമായ ഭരണത്തിന് കീഴിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന എന്നാൽ ആത്മീയത പൂർണ്ണമായി നഷ്ടപ്പെട്ട ജൂത സമൂഹത്തിലേക്കാണ് ഈസാ നബി കടന്നു വരുന്നത്. ഇത്തരത്തിൽ വൈവിധ്യമാർന്ന സമൂഹങ്ങളിലൂടെയാണ് പ്രവാചകന്മാർ കടന്നുപോയത്. അവസാനമായി ഈ കാലങ്ങളിലെല്ലാം നടന്നിട്ടുള്ള രസകരവും കൗതുകകരവുമായ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ചരിത്ര സംഭവങ്ങൾ മുഹമ്മദ് മിഫ്താഹ് നമ്മോട് പങ്കുവെക്കും. പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ പ്രവാചക ചരിത്ര സംഭവങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല ചരിത്ര സംഭവങ്ങൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ മഹാപ്രളയം എന്നുള്ളത്. 950 വർഷത്തെ പ്രബോധനത്തിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിനെ വിശ്വസിക്കാതിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം വലിയ കപ്പൽ നിർമ്മിക്കുകയും അതിനെ തുടർന്ന് വലിയ പ്രളയമുണ്ടാവുകയും ചെയ്തപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിനെ വിശ്വസിച്ച ജനങ്ങൾ അതിലൂടെ രക്ഷപ്പെടുകയും മറ്റുള്ള അവിശ്വാസികൾ അതിലൂടെ നശിക്കുകയും ചെയ്തു. അതിനുശേഷം വന്ന ഹൂദ് നബി അലൈഹിസ്സലാമിനെ ധിക്കരിച്ച ആദ് സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ കാറ്റിലൂടെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്ജിസത്തായി നൽകിയ ഒട്ടകത്തെ സമൂദ് ഗോത്രക്കാർ അറുത്തുകളഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഘോര ശബ്ദത്താലും ഭൂകമ്പത്താലും അവരുടെ കൊട്ടാരങ്ങൾക്കുള്ളിൽ തന്നെ അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ സദൂം എന്ന നഗരത്തെ ജിബ്രീൽ അലൈഹിസ്സലാം തലക്കീയാക്കി മറിക്കുകയും മീതെ ചുട്ടുപഴുത്ത കല്ലുകൾ വർഷിപ്പിക്കുകയും ചെയ്തു. ഇന്ന് ആ പ്രദേശം ചാവുക്കടൽ അല്ലെങ്കിൽ ഡെഡ് സീ എന്ന പേരിൽ ചരിത്രത്തിൽ നിലനിൽക്കുന്നു. പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ ഏറ്റവും അധികം മുഅ്ജിസത്ത് നടന്നത്
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ജീവിതത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് രാജാവ് വലിയ അഗ്നികുണ്ഡാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തീയോട് കൽപ്പിക്കുകയാണ്, യാ നാർ കൂനി ബർദൻ വസലാമുൻ അലാ ഇബ്രാഹിം. ഓ തീയെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് തണുപ്പും സമാധാനവുമായി മാറണേ. തീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ദഹിപ്പിച്ചില്ല. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടൊപ്പം മക്കയിലെ വന്യമായ മരുഭൂമിയിൽ കഅബാലയം പുനർനിർമ്മിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ജീവിതം വല്ലാത്ത അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബി അലൈഹിസ്സലാം പിന്നീട് ഫിർഔനിൻ്റെ അക്രമം കാരണത്താൽ മൂസാ നബി അലൈഹിസ്സലാമും തൻ്റെ അനുയായികളും ഈജിപ്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ്. അന്നേരം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ ചെങ്കടലും പിന്നിൽ ഫിർഔനും സൈന്യവുമായിരുന്നു. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് കടലിൽ അടിച്ചപ്പോൾ ചെങ്കടൽ വൈമാറി 12 പാതകളായി പിളർന്നു. നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു ചരിത്രം നോക്കൂ. സീനായ് മലയിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് നേരിട്ട് സംസാരിക്കുകയും തൗറാത്ത് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇരുമ്പുകളെ മെയ്ക് പോലെ അലിയിച്ചു കളയാനുള്ള ശക്തി അള്ളാഹു നൽകി. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം ആകട്ടെ കാറ്റിനെ നിയന്ത്രിക്കാനും ജിന്നുകളോട് ഇടപെയ്യാനും പക്ഷികളുടെയും ഉറുമ്പുകളുടെയും ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവും അള്ളാഹു നൽകി. അതുപോലെ തന്നെ ബൈത്തുൽ മുഖദ്ദസ് എന്നറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സയും നിർമ്മിച്ചത് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്നെയാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിനെതിരെ നറുക്ക് വീഴുകയും കടലിൽ എറിയുകയും മത്സ്യം വീഴുകയും ചെയ്തു. അങ്ങനെ മത്സ്യവയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് നിരന്തരമായി പറയുകയും അക്കാരണത്താൽ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. അതിനുശേഷം വന്ന ഈസാ നബി അലൈഹിസ്സലാം പിതാവില്ലാതെയായിരുന്നു ജനിച്ചത്. തൊട്ടിലിൽ കിടക്കുമ്പോൾ തന്നെ ഈസാ നബി അലൈഹിസ്സലാം സംസാരിക്കാൻ തുടങ്ങി. കുഷ്ഠരോഗികളെ സുഖപ്പെടുത്താനും അന്ധർക്ക് കാഴ്ച നൽകാനും മരിച്ച മനുഷ്യന്മാരെ ജീവിപ്പിക്കാനുമുള്ള കഴിവുകൾ അള്ളാഹു നൽകി. എന്നാൽ ജൂതന്മാർ ഈസാ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശത്തിലേക്ക് ഉയർത്തുകയാണ് ഉണ്ടായത്. ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളാണ് പ്രവാചക ചരിത്ര സംഭവങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചർച്ച ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് അവരുടെ ദൗത്യത്തെ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാഹ്. വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്ത ദേശങ്ങളിൽ ഒരേ സന്ദേശവുമായി ഒരേ ലക്ഷ്യവുമായി ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ ആരും തന്നെ തങ്ങൾ അള്ളാഹുവിൻ്റെ ദാസന്മാരാണെന്നതിനപ്പുറം സ്വാർത്ഥ താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചില്ല. അവരെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെട്ടില്ല. ത്യാഗങ്ങളേറെ സഹിക്കേണ്ടി വന്നിട്ടും അവരുടെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയുണ്ടായില്ല. അള്ളാഹുവിനെ ആകാശഭൂമികളുടെ പ്രകാശമായാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പരാമർശിക്കുന്നത്. അള്ളാഹുവാകുന്ന പ്രകാശത്തിലേക്ക് നമ്മെ വഴി കാണിക്കുന്ന വെളിച്ചമാണ് പ്രവാചകന്മാർ. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തിന് ശേഷം ഏകദേശം 560 വർഷത്തോളം ലോകം ആത്മീയത നശിച്ച് കടുത്ത അന്ധകാരത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ആ ഇരുണ്ട യുഗത്തിലേക്കാണ് പ്രവാചക ശൃംഖലയുടെ ഉജ്ജ്വല സമാപ്തിയായി ലോകമനുഷ്യരാശിക്കുള്ള കാരുണ്യമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രബോധനത്തിലൂടെ തൻ്റെ ജനതയെ ലോകർക്ക് മാതൃകയായിട്ടാണ് സമർപ്പിച്ചത്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തായ നമ്മെ വിശേഷിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തി എന്ന നിലക്ക് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ കുറിച്ച് പഠനം നടത്തൽ നമ്മളുടെ ഓരോരുത്തരുടെ മേലിൽ അനിവാര്യമാണ്. ഈ ചർച്ച നിങ്ങൾക്ക് ഏവർക്കും പ്രവാചക ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നൽകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.